എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ക്വിനോവ വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ക്വിനോവയാണ്. നമുക്ക് വൈറ്റ് ക്വിനോവ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡയറ്റ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ക്വിനോവ വെച്ചിട്ട് പലതരത്തിലുള്ള ഡിഷ് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് സാലഡും അതുപോലെ തന്നെ ഉപ്മാവ്, കിച്ചടി ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാർക്കറ്റിൽ നമുക്ക് 3 തരത്തിലുള്ള ക്വിനോവ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വൈറ്റ് ക്വിനോവ, റെഡ് ക്വിനോവ, അതുപോലെ ബ്ലാക്ക് ക്വിനോവ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ക്വിനോവ വെച്ചിട്ടാണ് ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്വിനോവ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ക്വിനോവയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർക്കാം. ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ക്വിനോവ. അപ്പോൾ ആദ്യം നമുക്കിത് 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. കടുക് മണിയേക്കാളും കുറച്ചും കൂടി ചെറുതാണ് ഈ ക്വിനോവ. അതുകൊണ്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ ഒരു സ്ട്രെയിനർ വെച്ച് കഴുകിയെടുക്കുന്നതായിരിക്കും നന്നായിരിക്കും. ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഷുഗർ ലെവലൊക്കെ നന്നായി കൺട്രോൾ ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ധാന്യമാണ് ഈ ക്വിനോവ. അങ്ങനെ അതൊരു സ്ട്രെയിനറിലൂടെ 2 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇങ്ങനെ സോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ബിറ്റർ ടേസ്റ്റൊക്കെ ഒന്ന് മാറാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്വിനോവ സോക്ക് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒരു പകുതി തക്കാളിയും അതുപോലെ തന്നെ പകുതി സവാളയും പകുതി ക്യാരറ്റുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉപ്മാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്വിനോവ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന കടായിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് ക്വിനോവ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്വിനോവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് നെയ്യിൽ ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കേണ്ടത്. കാരണം ഞാൻ 1/2 കപ്പ് ക്വിനോവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിളാണ് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഡയബറ്റിക് പേഷ്യൻസിന് ചോറിന് പകരമായിട്ടും കഴിക്കാവുന്നതാണ്. ഈ ക്വിനോവ വേവിച്ച് കഴിക്കാവുന്നതാണ്. കുറച്ച് വേവ് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 20 മിനിറ്റ് നേരം ഒരു സ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം ഒരു 20 മിനിറ്റ് നേരം സ്ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്വിനോവയൊക്കെ നന്നായി വെന്ത് കിട്ടിയാൽ നോക്കാം. അതുപോലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നന്നായി വറ്റിയ ശേഷം നമുക്കത് വെജിറ്റബിളിലേക്ക് ചേർക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വിനോവ വെന്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത്. കുറച്ചും കൂടി ഇതിൽ വെള്ളമയുണ്ട്. അങ്ങനെ ഇതിലത്തെ വെള്ളമയം കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്.
വെളിച്ചെണ്ണ ഇത് ഒരുവിധം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അതിനകത്ത് കടുകൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നിലക്കടലയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്നട്ട് വേണമെങ്കിൽ കാഷ്നട്ടും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, പിന്നെ ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളക്, പിന്നെ ചേർക്കുന്നത് പകുതി തക്കാളി. പച്ചക്കറി വേകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ കുക്കാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗ്രീൻ പീസൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. ഇനി നമുക്ക് ഈ ക്വിനോവ ഈ വെജിറ്റബിൾസിലേക്ക് ചേർക്കാം. ഇനി ക്വിനോവയും വെജിറ്റബിൾസായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്വിനോവ വെച്ചിട്ടുള്ള ഉപ്മാവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഒന്ന് ചേർക്കാം. നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞും കൂടി ചേർക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ക്വിനോവ ഉപ്മാവാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഞാനത് ക്വിനോവ ഉപ്മാവൊക്കെ ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.